കോഴിക്കോട് സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള കോടികളുടെ തട്ടിപ്പിൽ നടക്കാവ് പോലീസ് 4 കേസുകൾ എടുത്തു. സിഇഒ വസീം തൊണ്ടിക്കോടൻ, മാനേജർ ഷംന KT, ഡയറക്ടേഴ്സായ റാഹില ബാനു, തൊണ്ടിക്കോട്ട് മൊയ്തീൻകുട്ടി എന്നിവർക്കെതിരെയാണ് കേസ്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ സ്വീകരിച്ച ശേഷം പണം മടക്കി നൽകാതെ വഞ്ചിച്ചു എന്നാണ് പോലീസിൽ കിട്ടിയിട്ടുള്ള പരാതി. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. തട്ടിപ്പുകാർ കോഴിക്കോട് ഉണ്ടല്ലേ, പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. ഈ സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനം കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോട് നടക്കാവിലാണ്. അതുകൊണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 100ഓളം ആളുകളാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ 4 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 4 കേസുകളിലും FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഞ്ചനാ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ കമ്പനിയുടെ CEO ആയിട്ടുള്ള വസീം തൊണ്ടേക്കോടൻ, ഈ കമ്പനിയുടെ മാനേജറായിട്ടുള്ള ഷംന KT, ഒപ്പം 2 ഡയറക്ടർമാരുണ്ട്, റാഹില ബാനുവും തൊണ്ടേക്കോട്ട് മൊയ്തീൻകുട്ടി തുടങ്ങി 4 പേർക്കെതിരെയാണ് നിലവിൽ FIR പ്രകാരം കേസ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം അന്വേഷണത്തിൽ കൂടുതൽ ഡയറക്ടർമാരെയും മാനേജർമാരെയും കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ പേര് കൂടി ഈ FIR ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ FIR വിപുലപ്പെടുത്തുമെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. SKN ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 കോടി മുതൽ 20 കോടി രൂപ വരെ ആളുകളുടെ കയ്യിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഏതാണ്ട് 3000-ലധികം ആളുകൾ ഈ ബാങ്കിന്റെ പേരിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായി ആളുകൾക്കൊന്നും തന്നെ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടെയാണ് ഇവർ തട്ടിപ്പിനിരയായി എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഈ സ്ഥാപനം ഈ 2 ജില്ലകളിലായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ 1 മാസമായി ഇവർക്ക് ആർക്കും തന്നെ പണം പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ആളുകൾ ഈ തട്ടിപ്പിൽ കുരുങ്ങാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം 12% പലിശ ഇവർക്ക് ലഭിക്കും എന്ന് ഇവരെ ബോധിപ്പിക്കുന്നു. തുടർന്നാണ് 10,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഓരോരുത്തരിൽ നിന്നുമായി നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ സിഇഒയും മാനേജറും അടക്കമുള്ള ആളുകൾ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇവർ ഒളിവിലാണെന്ന കാര്യമാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലും പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണം നടക്കുകയാണ്. അതോടൊപ്പം മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ഈ ആളുകൾ പരാതിയും നൽകിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. രാജശേഖരം, SKN വീട്ടിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴാണോ കത്തി കയറിയത്? അപ്പോൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. മാത്രമല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്, ചില മഹാന്മാക്കൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കുണ്ടാകുന്ന കടുത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വെറും സ്റ്റോറി ആയിരിക്കും, കഥ. നിങ്ങൾ കേൾക്കുമ്പോൾ കഥയായിരിക്കും. അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ അവകാശവാദം, അത് വലിയ അഭിമാനപ്പെടാവുന്ന കാര്യമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാര്യം നമ്മുടെ ശരീരം ആരെങ്കിലും അക്രമത്തിന് വിധേയമാക്കുമ്പോൾ അത് അഭിമാനിച്ച് പുറത്ത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കോൺഗ്രസ്സുകാരൻ SKN ഷുക്കൂർ, ഷുഗൈബ്, കൃപേഷ്, ശരത്ത്, TP ചന്ദ്രശേഖരൻ ഇവരെയൊക്കെ വെട്ടിയപ്പോൾ ചോരയാണ് പോയത് എന്ന് പറയുന്നു. അതൊക്കെ ശരിയാണ്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകട്ടെ എന്നാണ്. അതാണ് എൻ്റെ ശരിക്കുമുള്ള ഒരു സ്വപ്നം. നമ്മൾ ബുദ്ധിപരമായി അതല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിൽ രക്തക്കറ പുരളാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇനി നിഷ്പക്ഷതയെക്കുറിച്ച്, ഞാൻ നിഷ്പക്ഷനാകരുത് എന്ന് ചില പ്രേക്ഷകർ പറയുന്നു. നമ്മുടെ പ്രേക്ഷക പക്ഷത്ത് നിന്നായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, നേരിൻ്റെ കാര്യത്തിൽ ഞാൻ പക്ഷം പിടിക്കുകയും ചെയ്യും. അതിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട.